ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡിറ്റോക്സ് ടോണിക്ക് റെഡി ആയി കഴിഞ്ഞു. നമസ്കാരം, ഞാൻ ഷെഫ് രാജു. MVTVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഡയറ്റ് പ്ലേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. വെജിറ്റബിൾ ഓംലെറ്റ് തന്നെയാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പ്രമേഹ രോഗികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻ്റ് ഉള്ള വെജിറ്റബിൾ ചേർത്തിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അത് നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാനിവിടെ 3 കളർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരു കളറേ ഉള്ളെങ്കിൽ ഒന്ന്, അത് നല്ലതാണ്. ക്യാപ്സിക്കം എന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അത് പച്ചക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. അത് വൈറ്റ് ഒനിയനാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ചുമന്ന ഒനിയനോ നാട്ടിൽ കിട്ടുന്ന ഉള്ളി മതി. കുരുമുളക് പൊടി, ഉപ്പ് ആസ് യൂഷ്വൽ. പിന്നെ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് പച്ചമുളകോ മുളക് പൊടിയോ നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നമ്മൾ സുക്കിനി എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ്. ഇത് ഒരു കുക്കമ്പർ ഫാമിലിയിൽപ്പെട്ടതാണ്. പച്ചയ്ക്കും കഴിക്കാം, കുക്ക് ചെയ്തും കഴിക്കാവുന്നതാണ്. ഇത് ഒരു പാർസലിയാണ്. ഈ പാർസലിക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയോ ഒക്കെ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കുന്ന മുട്ടയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെണ്ണം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഒലിവ് ഓയിലൊന്നും കാണണമെന്നൊന്നുമില്ല. ഒലിവ് ഓയിൽ തന്നെ 2 എണ്ണം ഉണ്ട്. വെർജിൻ ഒലിവ് ഓയിലുണ്ട്, ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെർജിൻ ഒലിവ് ഓയിൽ മാത്രമാണ് ഉപയോഗിക്കാൻ നമുക്ക് നല്ലത്. അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ട നമ്മളൊരു 3 മുട്ട, 2 or 3 നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ക്വാണ്ടിറ്റി ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് മുട്ട എടുക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ മഞ്ഞയും വെള്ളയും കൂടി ചേർത്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മാത്രം തരംതിരിച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണം നമുക്ക് കൂട്ടാം. ഞാനെന്തായാലും 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാമാന്യ ഒരാൾക്ക് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഡയബറ്റിക് ജ്യൂസ് കൂടി ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എന്തായാലും ഡയബറ്റിക് രോഗികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ചിന് മുമ്പ് ഇൻബിറ്റ്വീനായിട്ടൊരു സ്നാക്സ് കഴിക്കാനൊക്കെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥയും ഡയബറ്റിക്കിൻ്റെ അളവും അനുസരിച്ച് നിങ്ങൾ സമയാസമയങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകാരം ഭക്ഷണം കഴിക്കണം. ഞങ്ങളിവിടെ കാണിക്കുന്നു എന്ന് പറഞ്ഞതൊരു ഞങ്ങൾ ഡോക്ടറല്ല, ഞങ്ങളൊരു ഷെഫ് മാത്രമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളുടെ അറിവുകളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങളത് അനുസരിച്ച് കഴിക്കുക ആഹാരം. ഓക്കെ. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചേരുന്ന ചേരുവകൾ നമ്മളിന്നിപ്പോൾ ഇവിടെ എടുത്തത് ഞാൻ പറഞ്ഞു ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചുമന്ന ക്യാപ്സിക്കമാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുത്താൽ മതി. ഞാനിതിനകത്തൊന്ന് കുറേശ്ശേ എടുക്കുന്നുള്ളൂ. ഒരു ഓംലെറ്റിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. കുരു ഉണ്ടെങ്കിൽ കഴിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുരു ഒന്ന് മാറ്റിയെടുക്കുക. ഇതാകുമ്പം ഒരു കളർഫുള്ളാണ്. ഈ പിമെൻറ്റോസിന് മഞ്ഞ കളറും ചുമല കളറിനും ഉള്ളതിന് എരിവൊന്നുമില്ല. കുക്കുംബറിന് പൊതുവെ എരിവില്ല, പക്ഷേ ഇതിനൊരു സ്വീറ്റ് ഉണ്ട്. അത് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സ്വീറ്റാണ്. പക്ഷേ അത് പഞ്ചസാരയുടെ അളവൊന്നും നമ്മുടെ കൂടില്ല, അതോർത്ത് പേടിക്കണ്ട. അപ്പോൾ മുട്ട വേകുന്നത് കൂടെ സ്വാഭാവികമായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ മുട്ട മാത്രമല്ല, നമുക്ക് അതിൻ്റെ കൂടെ പച്ചക്കറി വരുമ്പോൾ ക്വാണ്ടിറ്റിയും കിട്ടും, നമുക്ക് വയറ് നിറയാനുള്ള ഒരളവും കിട്ടും. ചോപ്പ് ചെയ്തെടുത്ത ക്യാപ്സിക്കം ഒക്കെ നമ്മൾ ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്യുവാണ്. ശരിക്കും ഇതൊരു മുട്ട ഓംലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ശകല സവോള ഇടുക അല്ലെങ്കിൽ പച്ചമുളക് ഇടുക എന്നുള്ളതല്ല. നമുക്ക് ഇതിനകത്ത് ധാരാളം മുട്ടയുടെ അളവിൽ പച്ചക്കറി ചേർക്കണം. മുട്ടയേക്കാൾ കൂടുതൽ പച്ചക്കറി ചേർന്നാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഒരു സവോളയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അതും ചെറിയതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർക്കണം. പ്രമേഹ രോഗികൾക്ക് ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ. വയറ് നിറയാനുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് സുക്കിനിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതും ചെറിയ രീതിയിൽ ഇത് ആ മുട്ടയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മുട്ട മുന്നിൽ കാണില്ല. കാരണം നമ്മളിപ്പോൾ ഓംലെറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിക്ക് നമുക്ക് വരുന്നത് മുട്ടയാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ നമുക്കിവിടെ മുട്ട കൂടുതലായിട്ടില്ല. മുട്ട ഇതിൻ്റെ ഒരു തിക്കിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് അല്പം കുരുമുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പച്ചമുളക് ചേർക്കാം. അല്പം ഉപ്പ് ചേർത്തു. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന്
ബ്ലെൻഡ് ചെയ്ത് വെച്ചു. ഇതിലേക്ക് നമ്മൾ മഷ്റൂം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുകൂടെ മഷ്റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗാർലിക്കും മഷ്റൂമും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വെക്കുന്നുണ്ട്. അത് രണ്ടും ഇതിനകത്ത് ചേരാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഇത് പറയാനുള്ളത്. അപ്പോൾ ഗ്രില്ല് ചെയ്ത് നമ്മൾ വെക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് റെഡിയാക്കാം. ഞാൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. റിഫൈൻഡോ നിങ്ങളുടെ വീട്ടിലുള്ള ഏതാണോ അത് മതി. നമുക്ക് ചെറുകിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിലാണ് നമുക്കിനി എണ്ണ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. ഓവൻ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതില്ലാതെയും നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതൊരു ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലേക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലും കിട്ടും. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഫ്രൈ പാനകത്ത് ചൂടായി. അത് ഫ്രൈ പാനിൽ ശരിയായ രീതിയിലൊന്ന് വാമപ്പ് ചെയ്തിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒഴിക്കുന്നു. വെജിറ്റബിളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിടുക. അപ്പോൾ വെജിറ്റബിൾ ഉള്ളത് കൊണ്ട് മുട്ടയ്ക്ക് നമ്മൾ മറിച്ചിടുമ്പോഴൊന്നും ഒരു ഓംലെറ്റ് മറിച്ചിടുന്ന ഒരു ലുക്കോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറോ ഒന്നും കിട്ടില്ല. കാരണം പറഞ്ഞല്ലോ, പ്രമേഹ രോഗത്തിന് എപ്പോഴും നമുക്ക് രുചികരമായ ഒരു ഓംലെറ്റ് നല്ല എണ്ണയൊക്കെ ചേർത്ത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ കഴിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഫ്രൈ പാനാണെങ്കിൽ വേകാൻ അല്പം ടൈം എടുക്കും. ഒരു മുട്ടയുടെ വേവ് അല്ല, അതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ വരും. കാരണം ഇതിനകത്ത് ഈ വെജിറ്റബിളിനകത്തെല്ലാം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ. ആ വാട്ടർ കണ്ടൻറ്റ് പറ്റി വരുന്നതിനുള്ള ഒരു ടൈം എടുക്കും. പച്ചക്കറി ഒരുപാട് വേഗരുത്, വേഗാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വേകുമ്പോഴത്തേക്ക് നമുക്ക് പറ്റുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോഷകങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം പച്ചക്ക് കഴിക്കാവുന്ന വെജിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഇതിനുള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ല, മുട്ട വെന്തിട്ടുണ്ട്. പച്ചക്കറി വേവിക്കാത്തതാണ്. അത് പർപ്പസിൽ നമ്മൾ ആ ഒരു ടെക്സ്ചറിൽ എടുക്കുന്നത് കൊണ്ടാണ്, വേവിച്ചെടുക്കാത്തതാണ്. അപ്പോൾ നമുക്ക് നോർമൽ ആൾക്കാർക്ക് നല്ലപോലെ വേവിച്ചൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ മുട്ട നമുക്ക് പച്ചക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് മുട്ട വെന്ത് കിട്ടുന്ന ആ ഒരു താമസം മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുട്ട പുഴുങ്ങിയതിൻ്റെ കൂടെയാണെങ്കിലും ഈ രീതിയിൽ വെച്ചാൽ മതി. ഞാൻ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ്, ഇത് ഒരുപാട് നമ്മളൊരു മുട്ട ഓംലെറ്റ് വേവിക്കുന്ന പോലെ വേവിക്കണ്ട. കാരണം പച്ചക്കറി ശരിക്കൊന്ന് ആവി കയറ്റി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുട്ട വെന്തിലൊന്നും പേടിക്കണ്ട. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് എല്ലാം റെഡിയായി. ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു 2 ഇൻഗ്രീഡിയൻസ് ഞാൻ അവിടെ കാണിച്ചിരുന്നില്ല, അഡീഷണലായിട്ട് വെക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ദോശക്കല്ലുണ്ട്, അതുകൊണ്ട് അതിൽ ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. സൈഡിലേക്ക് ഇതിൻ്റെ അക്കമ്പാനിമെൻ്റായിട്ട് ഞാൻ വെക്കുന്ന ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് കാണിക്കാത്ത 2 ഐറ്റം ആയിരുന്നു മഷ്റൂമും ഗാർലിക്കും. അത് ഒന്ന് നമ്മളിതുപോലെ കല്ലിൽ വെച്ച്, ഇത് കുക്ക്ഡ് മഷ്റൂമാണ്. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം മഷ്റൂം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ഓംലെറ്റിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് അക്കമ്പാനിമെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. പിന്നെ വെളുത്തുള്ളി എല്ലാവർക്കും അറിയാമല്ലോ, പ്രഷറുകാർക്കും ഒക്കെ ആവശ്യമാണ്. വെളുത്തുള്ളി, ഒരു റോസ്റ്റഡ് വെളുത്തുള്ളി നമ്മളിതിൻ്റെ കൂടെ ശകലം ചേർത്തു. പിന്നെ ഞാനൊരു തക്കാളി ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു. ഇതിനകത്ത് ശകലം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ ബട്ടർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഗ്രിൽ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. പാഴ്സലിയാണ്. ഈ പാഴ്സലി നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് പോഷകഗുണമുള്ള സാധനമാണ്. ഫ്രഞ്ച് പാഴ്സലി എന്ന് പറയും. അപ്പോൾ ആ ഫ്രഞ്ച് പാഴ്സലി ഇവിടെ ശകലം വെച്ചു, ഗാർണിഷ്ഡായിട്ട് വെച്ചു. ഇത് വെറുതെ പച്ചയ്ക്ക് നമുക്ക് കടിച്ച് തിന്നാം. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്കത് പച്ചയ്ക്ക് തിന്നാനൊരു മടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ഓംലെറ്റിനകത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡയറ്റ് പ്ലേറ്റിന് വേണ്ടി പ്രമേഹ രോഗികൾക്ക് തയ്യാറാക്കിയ ഡയറ്റ് പ്ലേറ്റിലെ വിഭവമാണിത്. ഇത് ശരിക്ക് ഒരു വെജിറ്റബിൾ ഓംലെറ്റും നമുക്ക് കോമൺ ആയിട്ടൊരു പേര് കൊടുക്കാം. നമ്മൾ ചേർത്ത വെജിറ്റബിൾസ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ഞാനതിൻ്റെ സൈഡിൽ അക്കമ്പാനിമെൻ്റായിട്ട് വെച്ചിരിക്കുന്നത്, ഗാർണിഷായിട്ട് വെച്ചിരിക്കുന്ന അല്പം മഷ്റൂമാണ്. മഷ്റൂമൊക്കെ ഇപ്പോൾ ഇന്ന് നാട്ടിൻപുറത്തെല്ലാം കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മഷ്റൂമിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നില്ല. മഷ്റൂം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ മതി. ഗ്രിൽ ടൊമാറ്റോ, ഗ്രിൽഡ് ഗാർലിക് വെച്ചിട്ടുണ്ട്. അപ്പം ഡയറ്റ് പ്ലേറ്റിനകത്ത് ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾ വീട്ടിലിത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രമേഹത്തിന് ഇത് ആശ്വാസം കണ്ടെത്തുന്ന ഒരു ഡിഷാണ്. നോർമലി നമ്മൾ കഴിക്കുന്ന പുട്ടും അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പിടിക്കാമെന്ന്. നമ്മൾ ഇത്രയും നാൾ നല്ല എന്താ പറയുക, പൊറോട്ട, ഇറച്ചിയും ബീഫും ഒക്കെ കഴിച്ചില്ലേ. ഇനി നമുക്ക് നമ്മുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.